നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്റെ ശ്വാസമാണ് ഭഗവാൻ. എനിക്കൊരു പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പെൺകുട്ടിയെ തന്നെ ദൈവം കിട്ടി. സങ്കടം തരുന്നത് നമുക്ക് വലിയ സന്തോഷം തരാൻ, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അവൻ തരുന്ന സങ്കടങ്ങൾ എപ്പോഴും അതൊന്ന് പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നീട് നമുക്ക് അത് ആളെ കാണിച്ചു തരും, നമുക്ക് എന്തിനാണ് സങ്കടം തന്നത്. അപ്പം മനസ്സിലാവും ശരിയാണ്, അത് നടന്നെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തിയാണോ? എല്ലാ ദൈവത്തിന്റെ ഭക്തിയാണ്, പക്ഷെ ഭഗവാന്റെ അടുത്തെത്തിയ ഭഗവാന്റെത്. അതെ അല്ലെ. എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വിചാരിച്ച കാര്യങ്ങള് നടന്നിട്ടോ? നമ്മളിപ്പോ ഇവിടെ വരണം എന്നെല്ലാം വിചാരിക്കുമ്പോൾ ഇവിടെ എത്തിപ്പെടാറുണ്ട്, തൊഴാൻ പറ്റാറുണ്ട്. സുഖമായി തൊഴുതു. ഇത്ര തിരക്കായിട്ടും നല്ല വൈശാഖ മാസമാണ്, നല്ല തിരക്കുണ്ട്. അപ്പൊ എന്നാലും സുഖമായിട്ട് തൊഴുതു. എന്തേലും എന്തനുഭവം തൊഴുതിറങ്ങുമ്പോ? നല്ല സമാധാനം, സന്തോഷം ആണ്. ഭഗവാനെ തൊഴുമ്പോ ഒരു പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്. എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമോ? അങ്ങനെ എന്തെങ്കിലും? ഇവര് വീട്ടില് കൃഷ്ണ പൂജിക്കുന്ന ആൾക്കാർ തന്നെ. അതെ അല്ലേ. അപ്പൊ ഭഗവാൻ കൂടെ ഉണ്ടെന്ന് എപ്പോഴും വിശ്വാസമുള്ള. പെട്ടെന്ന് തോന്നും, പെട്ടെന്ന് വരും. അതെ, അതുപോലെ വന്ന് തൊഴാനും പറ്റാറുണ്ട്. അതെ, ആയിക്കോട്ടെ. അമ്മയ്ക്ക് എന്തേലും? കൃഷ്ണന്റെ ഭക്തിയാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അനുഭവം? എല്ലാം നമുക്ക് എന്ത് വിചാരിച്ചാൽ സാധിക്കലുണ്ട്. ഇനി ഒന്നും കൂടിയാ സാധിക്കാറുള്ളൂ. മോന് പെണ്ണും ബാക്കിയെല്ലാം നമ്മള് അത് ഇപ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആ സങ്കടം മാത്രമേ ഉള്ളൂ. അതെന്തായാലും നടക്കട്ടെ. ബാക്കിയെല്ലാം കൊണ്ട് സന്തോഷല്ലേ? നല്ല സന്തോഷം. ഇവിടെ ഇല്ലേലും കൃഷ്ണന്റെ നിത്യപൂജക്ക്. എവിടെയാ നാട്? എവിടെയാ? കോഴിക്കോട്. അവിടെ നിത്യപൂജക്ക്, കൃഷ്ണന്റെ നിത്യപൂജക്ക് പങ്കെടുക്കും. അതല്ലേ. വരാറുണ്ട് വർഷത്തില്? ഇവിടെ വരലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെ കൂടെ സമയം കിട്ടുമ്പോ. അതല്ലേ. ഇത് പെട്ടെന്ന് ഉണ്ടായതാ, പക്ഷെ നല്ലോണം തൊഴുതു സമാധാനമായിട്ട് തൊഴാൻ പറ്റും. നല്ലോണം കണ്ടു. ശരി അമ്മ. ഭഗവാനെ കാണുന്നത് തന്നെ നമുക്ക് നല്ലൊരു ഇതായിട്ടില്ല തോന്നുന്നു. ഇവിടെ എപ്പോഴും വന്ന് ഇടയ്ക്കിടയ്ക്ക് എന്തായാലും വരാറുണ്ട്. ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ പിന്നെയാണ് അധികം അങ്ങനെ വരാത്ത. കല്യാണത്തിന് മുമ്പ് എല്ലാ മാസവും വരുവായിരുന്നു. എവിടെയാ സ്ഥലം? ആലുവയിലായിരുന്നു എന്റെ സ്വന്തം വീട്. ഇപ്പൊ കല്യാണം കഴിച്ചതിനെ കുറവൂര്. കൊച്ചിന്റെ അരങ്ങേറ്റം ആയതുകൊണ്ട് വന്ന് ഇങ്ങനെ പെട്ടെന്ന് എന്താ ഭഗവാൻ എന്താ പറയാ, നമ്മളങ്ങനെ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും പറയാറില്ല. സങ്കടം വരുമ്പോ അതെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കൃഷ്ണൻ. അങ്ങനെ തോന്നാറുണ്ട്. ഉണ്ട്. പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന് തൊഴുമ്പോ എന്താ തോന്നാറ്? ഭഗവാനെ കണ്ടു കഴിഞ്ഞാ പിന്നെ മടങ്ങുമ്പോ എന്താണ് മനസ്സില്? വീണ്ടും കാണണം എന്നുള്ളൊരു തോന്നലന്നെ. വേറെ എന്തെങ്കിലും മക്കൾക്കോ എന്തെങ്കിലും അനുഭവങ്ങള് ആഗ്രഹിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് നടന്നിട്ടുണ്ടോ? ഇപ്പൊ ഹസ്ബൻഡൊക്കെ ആക്സിഡന്റ് വന്നപ്പോ അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഞാൻ വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് എല്ലാം കൂടി നടത്താൻ വേണ്ടി നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട്. നമ്മള് പെട്ടെന്ന് ഭഗവാനല്ലേ വിളിക്കുള്ളൂ. ആ ഒരു അനുഭവം ഉണ്ട്. ഭഗവാൻ കൂടെ ഉണ്ട്. അതന്നെ വലിയ കാര്യം. അപ്പൊ ഇടുക്കിയിലത്തെ ഒരു കുട്ടി ഇന്ന് വരുന്നു പറഞ്ഞിരുന്നു. കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ കാണാൻ പറ്റി. അത് ഞാനത് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വിചാരിക്കുള്ളൂ. കാരണം അത്രയും അകലെന്ന് പറഞ്ഞ കുട്ടിയാണ്. ഇടുക്കിയുള്ളിലേക്ക് അവര് രാവിലെ പോന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു. മുന്നിൽ വെച്ച് തന്നെ കാണാൻ പറ്റും. അവിടെ തെക്കനാടൻ വെച്ചത് കാണാൻ പറ്റും. വേറെ എന്തെങ്കിലും അനുഭവം ജീവിതത്തില് ഒരു എന്തെങ്കിലും സങ്കട സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് സമയത്ത് ഭഗവാൻ വിളിച്ചിട്ട് ഒരു ഉണ്ട്? അതെപ്പോഴും ഉണ്ട്. അതെങ്ങനെയാ അമ്മയുടെ അനുഭവം? നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്റെ ശ്വാസമാണ് ഭഗവാൻ. വിളിക്കുമ്പോ ഉണ്ട്, കൂടെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മാത്രം. എല്ലാ കാര്യത്തിലും, എല്ലാ സങ്കടത്തിലും സന്തോഷത്തിലൊക്കെ ഉണ്ട്. സങ്കടം തരുന്നത് നമുക്ക് വലിയ സന്തോഷം തരാൻ, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം അവൻ തരുന്ന സങ്കടങ്ങൾ എപ്പോഴും അതൊന്ന് പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നീട് നമുക്ക് അത് ആളെ കാണിച്ചു തരും, നമുക്ക് എന്തിനാണ് സങ്കടം തന്നത്. അപ്പം മനസ്സിലാവും ശരിയാണ്, അത് നടന്നെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്താ സന്തോഷാണ്. ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്യാണം ഉണ്ട്, വരാൻ പറ്റി. തൊഴുതിറങ്ങുമ്പോ എന്താ തോന്നാറ് ഭഗവാന്? തൊഴുതിറങ്ങുമ്പോ ഇനി എന്താ ഇങ്ങോട്ട് വരാൻ പറ്റുക?
അത് തന്നെ. എപ്പോഴും ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും. പക്ഷെ പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണ്ടേ. നമ്മുടെ കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ അവിടേക്ക് എത്താനും പറ്റുള്ളൂ. ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ പറ്റും നല്ല രീതിയിൽ. എല്ലാവർക്കും നന്മ ചെയ്ത് നല്ലത് ചെയ്ത് ഒക്കെ തന്നെ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട്. പിന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. അത് ശരി. ഞാൻ കാണാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്നോ അല്ലെങ്കിൽ അതൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, നടക്കാറുണ്ടോ? ഇപ്പോൾ കുഞ്ഞൊക്കെ ആണെങ്കിലും എനിക്കൊരു പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പെൺകുട്ടിയെ തന്നെ ദൈവം തന്നു, കിട്ടി. ഇപ്പൊ എത്ര ഉണ്ണി? ഇപ്പൊ അത് ചോറ് കൊടുക്കലായിരുന്നു. ചോറ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്, വിചാരിച്ച കാര്യം ഭഗവാൻ നടത്തി തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും? അങ്ങനെ കുറെ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ഒരു സന്തോഷമാണ്. കൃഷ്ണന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും കൃഷ്ണൻ വേറെ രീതിയിൽ അത് മാറ്റിത്തരും. അപ്പൊ എനിക്ക് നല്ല കിട്ടി. അതെ, അപ്പൊ നല്ലൊരു ഹാപ്പി ലൈഫ് കിട്ടി. അപ്പൊ ഹാപ്പിയാണ്. ഹസ്ബൻഡ് അതാ ഹരീഷ്, അവര് തമിഴ്. കുഴപ്പമില്ല. ഓക്കെ, ലവ് മാരേജാ? അല്ലല്ല, അറേഞ്ച് മാരേജ്. ഓക്കെ ഓക്കെ, ശരി. അല്ല, ഞാൻ തമിഴ് പറഞ്ഞപ്പോ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്തു വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭക്തജനങ്ങളുടെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ട കേട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.